30-ലേറെ ദിവസമായി കുറച്ച് മനുഷ്യർ മഴയും വെയിലുമൊക്കെ കൊണ്ട് സെക്രട്ടേറിയറ്റിൻ്റെ പടിക്കൽ സമരം നടത്തുകയാണ്. ന്യായമായ ചില ആവശ്യങ്ങൾ മുൻപോട്ട് വെച്ചുകൊണ്ടുള്ള സമരം. എന്നാൽ മുഖ്യമന്ത്രിയോ ആരോഗ്യവകുപ്പ് മന്ത്രിയോ മുഖം തിരിച്ച് അവരെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ അതിന് മുൻപിലൂടെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പൊയ്ക്കൊണ്ടേയിരിക്കുകയാണ്. അവർ എന്തോ വലിയ കുറ്റം ചെയ്തവരാണോ? അല്ല, ന്യായമായ ചില ആവശ്യങ്ങൾ മാത്രം ഉയർത്തി സമരം ചെയ്യുന്നവർ. സമരത്തിലെ എന്തിനാണ് ഈ സമര പോരാട്ടങ്ങൾ നടത്തി അധികാരത്തിലേക്ക് എത്തിയ ഇടത് സർക്കാർ ഇത്ര ഭയക്കുന്നത്? നിങ്ങളും നടത്തിയിട്ടില്ലേ സമരങ്ങൾ? നിങ്ങൾ നടത്തിയ സമരം പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട സമരം തന്നെയാണ് ഇവരും നടത്തുന്നത്. പിന്നെ എന്തുകൊണ്ടാണ് മുഖം തിരിക്കുന്നത്? അവർ സമരം നടത്തിയതിനെ പലതരത്തിൽ നിങ്ങൾ അവഹേളിച്ചു, ആട്ടിയോടിച്ചു. അവർക്ക് സമരം ചെയ്യാൻ കഴിയാത്ത സാഹചര്യം സൃഷ്ടിച്ചു. എന്തിനാണ് ഇങ്ങനെയൊക്കെ? ന്യായമായ ആവശ്യമല്ലേ അവർ ഉന്നയിക്കുന്നത്? ഒന്ന് ചിന്തിച്ചുകൂടെ? സെക്രട്ടറിയേറ്റിന് മുൻപിൽ ഇന്നലത്തെ കോരിച്ചൊരിയുന്ന മഴയത്ത് ഒരു ടാർപ്പ പോലും ഇല്ലാതെ അതിൻ്റെ ചുവട്ടിൽ മഴ മുഴുവൻ നനഞ്ഞ് അവർ മുദ്രാവാക്യം വിളിച്ച് സ്വന്തം ആവശ്യങ്ങൾ ആ ഇടിമുഴക്കത്തേക്കാൾ ഉയരത്തിൽ മുദ്രാവാക്യത്തിലൂടെ മുഴക്കിയിരുന്ന സ്ത്രീകൾ, ആശാവർക്കർമാർ, അവരനുഭവിക്കുന്ന യാതനകൾ, അവരുടെ ബുദ്ധിമുട്ടുകൾ ഒന്ന് കേൾക്കാം. മഴയത്ത് ഞങ്ങൾ മുദ്രാവാക്യം വിളിച്ചു. ഞങ്ങളൊരു ശകലം പോലും വീര്യം ചോർന്നു പോവാതെ ഇവിടെ നിന്ന് മുദ്രാവാക്യം വിളിച്ച് ഞങ്ങൾ മഴയത്ത് തന്നെ നിന്നു. കാരണം അന്നത്തെ മഴയത്ത് ഞങ്ങളൊരു ശകലം ടാർപ്പ ഇങ്ങോട്ട് ഞങ്ങൾ മൂടിയപ്പോൾ തന്നെ അന്ന് പോലീസ് തടഞ്ഞു. അപ്പോൾ പിന്നെ ഞങ്ങൾ കെട്ടാനും പോയില്ല. അതിനുശേഷം പിന്നെ ഞങ്ങൾക്ക് നിഷേധിക്കപ്പെട്ട കാര്യം പിന്നെ ഞങ്ങൾ എങ്ങനെയാണോ ഇവിടെ നിൽക്കാൻ പറ്റുന്ന ആ രീതിയിൽ തന്നെ നിൽക്കും. ശക്തമായിട്ട് മഴ, ഇനി അങ്ങോട്ട് നല്ല ഇടിയും ഉണ്ടായിരുന്നു, മിന്നലും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് മരിക്കാനാണ് വിധിയെങ്കിൽ ഞങ്ങൾ ഇവിടെ കിടന്ന് മരിക്കും. സെക്രട്ടേറിയറ്റിലാണ് ഞങ്ങൾക്ക് അങ്ങനെ മഴയത്തും ഇടിയിലും ഒക്കെ ആയിട്ട് മരിക്കണമെന്നുണ്ടെങ്കിൽ ആശുപത്രി ആരെങ്കിലുമൊക്കെ അങ്ങനെ പോട്ടെ, അല്ലാതെ ഗവൺമെൻറ്റും അങ്ങനെയല്ലേ പറയണത്. അതുകൊണ്ട് ആ രീതിയിൽ തന്നെ പോട്ടെ. ഞങ്ങൾക്ക് ഒരു സഹായമൊന്നുമില്ല. ഇൻസെൻറ്റീവ് കൂട്ടിത്തരാമെന്ന് പറഞ്ഞെങ്കിലും അതും നമുക്ക് എന്താണെന്നുള്ള കറക്റ്റായിട്ടുള്ള റിപ്പോർട്ട് വന്നിട്ടില്ല. പിന്നെ ഇന്നലെ മാനദണ്ഡം എടുത്തു മാറ്റിയെന്നും പറഞ്ഞും കൊണ്ട് ഞങ്ങൾക്കൊരു റിപ്പോർട്ട് കിട്ടിയായിരുന്നു. അതുപ്രകാരം ഞങ്ങളും ആഹ്ലാദിച്ചു. അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ നോക്കിയപ്പോഴത്തേക്ക് പഴയ വീഞ്ഞെടുത്ത് പുതിയൊരു കുപ്പിയിലോട്ടാക്കി തരും പോലെ ഒരു PDF വന്നു. അത് മുഴുവൻ മാനദണ്ഡവും മാറ്റിയെന്ന് പറയുമ്പോഴത്തേക്ക് പുതിയൊരു PDF പുതിയൊരു മാനദണ്ഡം ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. അത് ഇൻസെൻറ്റീവിലോട്ട് മാറ്റിയൊരു മാനദണ്ഡം. അതാണ് നമുക്കിപ്പോൾ തന്നിരിക്കുന്നത്. അത് നോക്കിയിട്ട് ഇത് ഉണ്ടായിരുന്നതിനേക്കാളും വളരെ കഷ്ടത്തിലാണെന്നാണ് തോന്നുന്നത്. ഇനി 2 ദിവസം മുമ്പ് മുഖ്യമന്ത്രി പറയുന്നത് ഞങ്ങൾ മാധ്യമങ്ങളുടെ ആദ്യമായിട്ട് പ്രതികരിച്ചു, ഒരു ചാനലിൽ കൂടെ ഇങ്ങനെ പ്രതികരിക്കുന്നത് ആദ്യമായിട്ട് കേട്ടത്. ഇപ്പോൾ ധനസ്ഥിതി മോശമാണ്, അതുകൊണ്ട് പിന്നീട് അതിനെക്കുറിച്ച് ആലോചിക്കാം. പല ഘട്ടങ്ങളിലും ധനസ്ഥിതി മോശമായതുകൊണ്ട് കൃത്യമായിട്ടും ക്യാഷ് കൊടുക്കാൻ താമസിച്ചു എന്ന്. അപ്പം ഞങ്ങൾക്ക് ഈ 7000 രൂപ ആശമാർക്ക് തരുന്ന ഈ തുച്ഛമായ വേതനത്തിൽ മാത്രമേ ഈ ധനസ്ഥിതി മോശമായിട്ടുള്ളൂ. ബാക്കി ഗവൺമെൻറ്റിൻ്റെ ഏത് കാര്യത്തിന് നോക്കിയാലും ഒരു കാര്യത്തിനും ഒരു മുടക്കം ഇല്ലല്ലോ അവരുടെയൊക്കെ കാര്യങ്ങൾക്ക്. അവരെല്ലാം ഇന്ന് എത്ര സുഖിച്ച് അവരുടെ കുടുംബമൊക്കെ നല്ല രീതിയിൽ സന്തോഷമായിട്ട് സുഖിച്ച് ജീവിക്കുന്നു. ഞങ്ങളെപ്പോലെ തന്നെ ഞങ്ങൾ ഫീൽഡ് വർക്കറാണ്. അതുപോലെ തന്നെ ജനങ്ങളെ സേവിക്കാൻ വേണ്ടി ഇറങ്ങിയവരല്ലേ അവർ. അവർക്ക് ഒരു മാസവും ശമ്പളം കുറയുന്നില്ലല്ലോ. അവരുടെ PAമാർക്കും ബാക്കിയുള്ള അവരുടെ എത്രയോ ആൾക്കാർ അവരുടെ കൂടെ ഉണ്ട്, അവർക്കൊന്നും ഒരു മാസം കുറയുന്നില്ലല്ലേ. ഞങ്ങൾ ആ പാവപ്പെട്ട ഈ ഇത്രയും 7000 രൂപയ്ക്ക് തുച്ഛമായ വേതനത്തിന് കഷ്ടപ്പെടുന്ന ഞങ്ങൾക്ക് മാത്രമല്ല എല്ലാ ധനസ്ഥിതി. ഞങ്ങൾ ഖജനാവിൻ്റെ കാശൊന്നും ഞങ്ങളെടുത്തിട്ടില്ല, ഞങ്ങൾക്കാർക്കും തന്നിട്ടില്ല. ഖജനാവിൻ്റെതൊന്നും കുറയ്ക്കുന്നത് ഞങ്ങളല്ല, അവരുടെ ധൂർത്താണ് എല്ലാത്തിനും കാരണം. അവർ ധനവിനിയോഗം, ഞങ്ങൾ ഈ 7000 രൂപ വെച്ച ഒരു മാസം ഞങ്ങളെ ധനവിനിയോഗം നടക്കുന്നത്. ഞങ്ങൾ അങ്ങനെ ശീലിച്ചു, അങ്ങനെ പഠിച്ചു, ഞങ്ങൾ അങ്ങനെയാണ് ഞങ്ങളെ കുടുംബം പോറ്റുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കാത്ത സർക്കാർ കോടിക്കണക്കിന് രൂപ എടുത്ത് അവർ കഴിച്ചിട്ട് അവസാനം ഞങ്ങളോട് ആ ഖജനാവിലൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ആരോഗ്യമന്ത്രി എപ്പോഴും ഞങ്ങൾ നേരിട്ടല്ലല്ലോ, പല ചാനലിലുള്ള ഇതുപോലെ ഞങ്ങൾ ആശമാരോട് അനുഭാവമായ ഒരു സമീപനമാണ് ഗവൺമെൻറ്റിനുള്ളത്. ഞങ്ങൾ ആശമാരെ ചേർത്ത് പിടിക്കുന്നുവെന്ന് അന്ന് മുതൽ ഇന്ന് വരെ പറയുന്നു. എല്ലാ ന്യൂസുകളിലും അങ്ങനെയാണ് പറയുന്നത്. ഡയറക്റ്റ് ഞങ്ങൾ കാണുന്നില്ലല്ലോ. പക്ഷേ ഈ ചേർത്ത് പിടിക്കൽ എങ്ങനെയാണെന്ന് ഞങ്ങൾക്കറിയില്ല. കോവിഡ് സമയത്ത് അവരെ കാര്യം കാണാൻ വേണ്ടി ഞങ്ങളെ ചേർത്ത് പിടിച്ചിരുന്നു. ഞങ്ങൾ അവരോടൊപ്പം ചേർന്ന് നിന്ന് കാര്യങ്ങൾ നടത്തി. പക്ഷേ കോവിഡ് കാലം കഴിഞ്ഞു, അവരിപ്പോൾ അവരുടേതായ കാര്യങ്ങൾ പോയപ്പോഴത്തേക്കും ഞങ്ങളെ ചേർക്കാനും ആരുമില്ല, ഞങ്ങളുടെ കാര്യങ്ങൾ കേൾക്കാനും ആളില്ല. 5-ാമത്തെ ദിവസം ഒരു ചർച്ചയ്ക്കെന്ന് പറഞ്ഞ് വിളിച്ചു.
അത് വെറും പ്രഹസനമായിരുന്നു. ഞങ്ങളോട് പിരിഞ്ഞു പോകാനാണ് പറഞ്ഞത്. ഞങ്ങളുടെ ഒരു അവകാശങ്ങളും നേടിത്തരാതെ പിരിഞ്ഞു പോകാൻ പറഞ്ഞു. അത് ഞങ്ങൾക്ക് പറ്റാത്തതായതുകൊണ്ട് ഞങ്ങൾ വീണ്ടും സമരത്തിലോട്ട് പോയി. അവർ ഗവൺമെൻറ് നമ്മുടെ ഭയക്കേണ്ട കാര്യമില്ലല്ലോ. അവർ ഭയക്കാനെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അത്രത്തോളം ഇതല്ല, പാവപ്പെട്ട ആശമാരാണ്. പക്ഷേ ഞങ്ങളുടെ സമരത്തിനെ പൊളിക്കാൻ വേണ്ടി പല രീതിയിലുള്ള നയങ്ങളും അവർ സ്വീകരിച്ചു. പക്ഷേ സത്യം ഞങ്ങളുടെ ഭാഗത്തായതും ന്യായം ഞങ്ങളുടെ ഭാഗത്തും ആയതുകൊണ്ട് പൊതുവായിട്ടുള്ള എല്ലാ ആൾക്കാരും ഞങ്ങളെ നല്ല സപ്പോർട്ട് തന്നു. അതനുസരിച്ച് ഞങ്ങൾ ഓരോ ഘട്ടം അവർ ഓരോ രീതിയിൽ ഞങ്ങളെ പൊളിക്കാൻ ശ്രമിച്ചപ്പോഴും ഓരോ രീതിയിലും ഞങ്ങൾ വിജയിച്ചുകൊണ്ടേയിരുന്നു. കോരിച്ചൊരിയുന്ന മഴയത്തും സമരവീര്യം ഒരു തരി പോലും കുറയാതെ അവർ ജീവിത വിജയത്തിന് വേണ്ടി പോരാടുകയാണ്. ക്യാമറാമാൻ ചന്ദ്രൻ ആര്യനാടിനൊപ്പം അനന്തപത്മനാഭൻ, M5 ന്യൂസ്, തിരുവനന്തപുരം.